റീസെൻ്റ്ലി ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പം അതിനകത്ത് വായിച്ചതാണ് 90% പ്രമേഹ രോഗികളിൽ ഇപ്പം ഹൈ BP കാണപ്പെടുന്നുണ്ടെന്ന്. ഇറ്റ് വാസ് അലാമിങ്. അതിനെന്തായിരിക്കും കാരണങ്ങൾ? തീർച്ചയായിട്ടും 90%-ൻ്റെ മുകളിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിൽ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇത് മൂന്നും ത്രിമൂർത്തികളാണ്. ഒരെണ്ണം ഉണ്ടെങ്കിൽ ബാക്കി രണ്ടുപേരും ഉണ്ടാവും. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന ഒരവസ്ഥയ്ക്കാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? ബിക്കോസ് പ്രമേഹം നമുക്കറിയാം നമ്മുടെ രക്തധമനികളെ ബാധിക്കും, നമ്മുടെ രക്തധമനികളുടെ ഉള്ളിലുള്ള എൻഡോത്തീല്യത്തിനെ ബാധിക്കും. അപ്പം ഈ നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തധമനികളുടെ റിലാക്സേഷനെ അത് കുറയ്ക്കുകയും അതുമൂലം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ്ലി സോൾട്ട് സെൻസിറ്റീവ് ഹൈപ്പർ ടെൻഷനാണ്. പലപ്പോഴും ഈ ഹൈപ്പർ ടെൻഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സോൾട്ടിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ നമ്മൾ സോൾട്ട് കുറവെടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയും, കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. സർ പറഞ്ഞ പോലെ സോൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ ആവാം. കാരണം നമ്മൾ മലയാളികൾ നമ്മുടെ ഫുഡിനകത്ത് സോൾട്ട് ഇൻടേക്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പല പേഷ്യൻസും ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ട് അവർക്കുള്ളത്, അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഫുഡിനകത്ത് എത്ര അളവിലാണ് സോൾട്ട് എടുക്കേണ്ടത്? സാറിൻ്റെ അഭിപ്രായം? അപ്പം നമ്മളിപ്പം ചുറ്റിനും നോക്കുമ്പോൾ ഒരു മലയാളി ആവറേജ് ആയിട്ട് ഒരു 8 ഗ്രാംസ് സോൾട്ട് എടുക്കാറുണ്ട്, സോഡിയം ക്ലോറൈഡ് എടുക്കാറുണ്ട്. അതാണ് കണക്കുകൾ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും ഒരു 5 ഗ്രാംസിൻ്റെ താഴെ എടുക്കുന്നതാണ് ഉചിതം. അപ്പം അതുകൊണ്ട് നമുക്കൊരു ഇപ്പോൾ ഒരു നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷനിസ്റ്റ് ഇപ്പോൾ ഒരു പേഷ്യൻ്റായിട്ട് എത്ര സോൾട്ട് എടുക്കാൻ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് നമ്മളൊരു ടീസ്പൂണിൻ്റെ അളവാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 5 ഗ്രാംസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നിർത്തണം. മീൻസ് നമ്മുടെ എൻറ്റയർ ഒരു ദിവസത്തെ ഇൻടേക്ക് ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകമായിട്ടും നമ്മൾ എടുക്കുന്ന വേറെ ഏതൊരു ഫോമിലായിട്ടും ഈ ഒരു 1 ടീസ്പൂണിൽ നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ വേറൊരു എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒരു പിഞ്ച്, ഒരു നുള്ളെന്ന് പറയുന്നത് 1 ഗ്രാമാണ്. അങ്ങനെ 5 നുള്ള് സോൾട്ടാണ് ഒരു ദിവസം ഒരു വ്യക്തി എടുക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ പലരും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, ഒരു സ്പൂൺ. കാരണം നമ്മൾ പലരും ഒരു സ്പൂണിൽ കൂടുതലാണ് നമ്മുടെ ആഹാരത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഒരു ടീസ്പൂൺ ആയിരിക്കണം, ടേബിൾ സ്പൂൺ ആയിരിക്കരുത്. അപ്പം പ്രമേഹ രോഗികൾ ഇങ്ങനെ BP കൂടുതലായിട്ട് കാണുന്നുണ്ട്, വീട്ടിൽ BP മോണിറ്റർ ഇടയ്ക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് സാറിൻ്റെ അഭിപ്രായം? ആദ്യം തന്നെ വീട്ടിൽ മോണിറ്റർ ചെയ്യുന്നതിലും മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ ഓരോ തവണ അവർ വരുമ്പം തീർച്ചയായിട്ടും BP മോണിറ്റർ ചെയ്തിരിക്കണം. അത് മോസ്റ്റ്ലി നമ്മുടെ പേഷ്യൻസ് നമുക്ക് ഒരു ക്വാർട്ടർ, വൺസ് ഇൻ 3 months ആയിരിക്കും നമ്മുടെ അടുത്ത് വരിക. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പലപ്പോഴും അത് നമ്മുടെ ചുറ്റിനും നോക്കുമ്പം പല ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അല്ല പല ഹെൽത്ത് കെയർ ഇതിൽ പോകുമ്പോഴും ഒരു പക്ഷേ മിസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഒരിക്കലും ബിക്കോസ് അത് മിസ് ചെയ്തിട്ട് പിന്നെ ഹോം മോണിറ്ററിംഗ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ആദ്യം അത് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഡൺ. പിന്നെ ഹോം മോണിറ്ററിംഗ് എന്ന് പറയുമ്പം അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ വിട്ട് ഓട്ടോമാറ്റിക് BP മെഷീൻസ് ആർ വെരി ചീപ്പ്, വെരി ആക്യുറേറ്റ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ BP ഉള്ളവർ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ BP ഇല്ലാത്തവർ തന്നെ ഡയബറ്റിക് ആണെങ്കിൽ ഈവൻ ദോ ഒരു ഡയഗ്നോസിസ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവർ വീട്ടിൽ മോണിറ്റർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ആ ത്രിമൂർത്തിയുടെ കഥ. ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഉണ്ടാവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ വീട്ടിൽ മോണിറ്റർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പല പേഷ്യൻസും ഹോസ്പിറ്റലിൽ BP ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് BP ഹൈ ആയിട്ട് കാണുമ്പം അവർ എടുത്ത് പറയാറുണ്ട്, പക്ഷേ വീട്ടിൽ വെച്ച് ഞാൻ നോക്കിയപ്പം എൻ്റെ BP എല്ലാം നോർമലായിരുന്നു എപ്പം മാഡം. അപ്പം ഹോസ്പിറ്റലിൽ വരുമ്പോൾ മാത്രം എൻ്റെ BP ഇങ്ങനെ കൂടുന്നത്. അപ്പം ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സർ? ഇത് നമ്മൾ കാണാറുണ്ട്. മീൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10-20% നമ്മൾ ഈ ബ്ലഡ് പ്രഷറായിട്ട് വന്ന പേഷ്യൻസിന് വീട്ടിൽ നോക്കുമ്പം ആബ്സല്യൂട്ട്ലി നോർമൽ ബ്ലഡ് പ്രഷറായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ കോട്ട് കാണുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നു. ഇതിൻ്റെ ഒരു തിരിച്ചും വരാം. വി കോൾ ഇറ്റ് മാസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്തോ കാരണം കൊണ്ട് ബ്ലഡ് പ്രഷർ നോർമൽ, പക്ഷേ വീട്ടിൽ ഇവർക്ക് ഈ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന എല്ലാ കോംപ്ലിക്കേഷനും നമ്മൾ കാണും, പക്ഷേ BP നോക്കുമ്പോൾ നോർമൽ. ബട്ട് വാസ്തവത്തിൽ എന്താ ഉണ്ടാവണേ, അവർ വീട്ടിലാവുമ്പം നമ്മൾ അവരുടെ BP നോക്കുന്നില്ല, പക്ഷേ ആ സമയത്ത് BP കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു
എൻറ്റിറ്റി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥേനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോം മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഹോം മോണിറ്ററിങ് കൊണ്ട് മാത്രമാവില്ല. നമ്മൾ വി യൂസ് വാട്ട് ഇസ് കോൾഡ് ആംബുലേറ്ററി BP മോണിറ്ററിങ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു BP കഫും അതൊരു റീഡറായിട്ട് അറ്റാച്ച്ഡ് ആണ്. ആൻഡ് ഈ റീഡർ എല്ലാ 15 മിനിറ്റ്സും BP എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ദിസ് ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാരണവശാലും തെറ്റില്ല. നമുക്കിത് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ ആണോ, ഓർ ഇസ് ഇറ്റ് റിയലി ഹൈപ്പർ ടെൻഷൻ, ഓർ ഇസ് ഇറ്റ് മാസ്ഡ് ഹൈപ്പർ ടെൻഷൻ, ഇത് നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ വീട്ടിൽ BP മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് BP വീട്ടിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുക? അപ്പോൾ 3-4 കാര്യങ്ങൾ. ഒന്ന്, അവർ ഇരിക്കുമ്പം എറക്റ്റായിട്ട് ഇരിക്കണം. അവരുടെ ബാക്ക് സ്പൈൻ 90 ഡിഗ്രീസിലായിരിക്കണം. 1. 2, ഈ BP കഫ് ഒരു സൂട്ടബിൾ കഫായിരിക്കണം. അത് അറ്റ് ദ ഹാർട്ട് ലെവൽ, മീൻസ് ഈ ഒരു ലെവലിൽ വേണം അത് കെട്ടാനായിട്ട്, കറക്റ്റായിട്ട് കെട്ടണം. അവരുടെ കാല് രണ്ടും ക്രോസ്ഡ് ആയിരിക്കരുത്, തറയിൽ ഫേമായിട്ട് വെക്കണം. ഇവർ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല, 1 മണിക്കൂർ കോഫി കുടിച്ചിട്ടുണ്ടാവാൻ പാടില്ല. ആൻഡ് BP നോക്കണതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം BP നോക്കാനായിട്ട്. പല പേഷ്യൻസും OPD വരുമ്പം BP ഹൈ ആണെന്ന് കാണുന്ന സമയത്ത് ഉള്ളൊരു ആങ്ഷ്യസ് ഡൗട്ട് അവർക്കുള്ളത് ഇതാണ്. അവർ ഓൾറെഡി ഒരു 2-3 മെഡിസിൻസ്, ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിലായിരിക്കും. എന്നിട്ട് പോലും അവരുടെ BP ഹൈ ആണെന്ന് കാണുമ്പോഴത്തേന് ശരിക്കും അവർക്ക് ആങ്ഷ്യസ് ആക്കുന്ന ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും ഐ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് അറ്റ് ഇപ്പോൾ ഒരു മരുന്ന് കഴിക്കുന്നു, പിന്നെ ഒരു മരുന്ന് ആഡ് ചെയ്യണു. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ പേഷ്യൻ്റെ വികാരം അല്ലെങ്കിൽ അവരുടെ ഡിസപ്പോയിൻമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പല കാരണം കൊണ്ടാണ്. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർ കറക്റ്റായിട്ട് മരുന്ന് എടുക്കണ്ടോ ഇല്ലയോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 2, അമിത വണ്ണമുള്ള പലപ്പോഴും നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് അമിത വണ്ണമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ 1 അല്ല 2 അല്ല ചിലപ്പോൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് BP മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. 3, ഇവർക്ക് കൂർക്കം വലിയോ നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാണ്ട് നമ്മൾ എന്തോരം മരുന്ന് കൊടുത്താലും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 4, ഇവർ കൂടുതൽ സോൾട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോൾട്ട് സെൻസിറ്റീവ് ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ സോൾട്ട് അവരുടെ ഡയറ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണം തന്നെ ആവാറുണ്ട്. ലാസ്റ്റ്ലി നമ്മൾ എൻഡോക്രൈൻ അല്ലെങ്കിൽ ഹോർമോണൽ ഡിസ്ഫങ്ഷൻ കൊണ്ട് വന്ന ബ്ലഡ് പ്രഷർ, അത് വളരെ റെയറാണ്. പക്ഷേ അതുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ പുറകെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൺട്രോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാരണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ വയ്ക്കണം. സർ, OPDയിൽ കുറേ പേഷ്യൻസ് ഫോളോഅപ്പ് കുറേ നാൾക്ക് ശേഷം വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്. അവരപ്പം ഇത്രയും നാളുടെ ഇടയിൽ വീട്ടിൽ ചിലപ്പം അവർ തന്നെ ഹോം മോണിറ്ററിങ് ചെയ്തിട്ട് BP നോർമൽ എന്ന് കാണുമ്പം ഡോക്ടറിൻ്റെ BP നോർമൽ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. നോർമൽ ആയതിനു ശേഷം പിന്നെ എനിക്ക് BP മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ ഇത് ചെയ്തു എന്ന്. അതിനോട് സാറിന് എന്താ പറയാനുള്ളത്? ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പ്രോബ്ലമാണ്. എൻ്റെ മനസ്സിൽ വന്നത് ഒരു റൂൾ ഓഫ് ഹാഫ് എന്നാണ്. ഈ റൂൾ ഓഫ് ഹാഫ് എന്ന് പറയുന്നത് 50% ഹൈപ്പർ ടെൻഷൻ രോഗികളിൽ 50% ആൾക്കാർക്കാണ് അറിയുള്ളൂ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന്. ഇനി ഈ അറിയണ ആൾക്കാരിൽ 50% ആൾക്കാരാണ് മരുന്ന് എടുക്കുന്നുള്ളൂ. ഈ മരുന്ന് എടുക്കുന്ന ആൾക്കാരിൽ 50% ആൾക്കാർക്കാണ് അത് കൺട്രോൾ കിട്ടുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ഈ 50% കിട്ടുന്നുള്ളൂ? ബിക്കോസ് പലപ്പോഴും ഇതേപോലെ അവർ തന്നെ അവരുടെ സ്വയം നിർണയത്തിൽ അത് മരുന്ന് നിർത്തുകയും പിന്നെ പൈസ ലാഭിക്കാനായിട്ട് അവർ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഡെയിലി ചിലപ്പോൾ 1.5 എടുക്കും, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ എടുക്കും. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ഈ ഡയബറ്റീസിനുള്ള മരുന്നോ BP-ക്കുള്ള മരുന്നോ കൊളസ്ട്രോളിനുള്ള മരുന്നോ ഇത് സ്വയം ഒരു തീരുമാനം എടുത്ത് നിർത്തുകയും തുടങ്ങുകയും ഇതൊന്നും ഒരു കാരണവശാലും അങ്ങനെ ചെയ്ത്, അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ എന്ത് നിർദ്ദേശിക്കുന്നോ അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. സർ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രമേഹമാണെങ്കിലും BP ആണെങ്കിലും എന്തിനും നമ്മൾ മരുന്ന് കഴിക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പം കൺട്രോൾ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് നിർത്താൻ പാടില്ലെന്ന് തന്നെയാണ് നമ്മളെല്ലാ പേഷ്യൻസിനോടും. ഇത് മാനേജ് ചെയ്യാനേ പറ്റൂ. പ്രമേഹ രോഗികളിൽ വർദ്ധിച്ചു വരുന്ന BP-യുടെ ഈ ഒരു അവസ്ഥയിൽ അപ്പം നമ്മൾ അവർക്ക് BP കാണണം അല്ലെങ്കിൽ BP മുഖേനയുള്ള കോംപ്ലിക്കേഷൻസ് എങ്ങനെയായിരിക്കും ആനുവലി അവർക്ക് സ്ക്രീനിങ് ചെയ്യേണ്ടത്? ഡയബറ്റിക് പേഷ്യൻസിന് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രീൻ ചെയ്യണം. ബിക്കോസ് ഇവർക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നി ഫെയിലിയറും വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ സ്ക്രീനിങ് എന്ന് പറയുമ്പം ഒരു കാർഡിയക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ
നമുക്ക് ഒരു എക്കോ TMT ആനുവലി ചെയ്യുന്നത് നല്ലത്. അത് എസ്പെഷ്യലി ഒരു 45 ഇയേഴ്സിന് മുകളിലുള്ളവർക്ക് ഒരു ആനുവൽ കാർഡിയക് സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ്. അവരുടെ കൊളസ്ട്രോൾ ലെവൽസ് തീർച്ചയായിട്ടും ആനുവലി നമ്മൾ നോക്കണം. ആൻഡ് വി ഷുഡ് നല്ലൊരു രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കണം. പിന്നെ കിഡ്നി, അത് നമ്മളും പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഹൈപ്പർടെൻസീവ് കിഡ്നി ഡിസീസ് വളരെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ റീനൽ പാരാമീറ്റേഴ്സ്, ഒരു ക്രിയാറ്റിനിൻ, ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, ഈ ടെസ്റ്റ് മൂലം നമുക്ക് അവർ കിഡ്നി ഫെയിലിയർ വരാനുള്ള സാധ്യതയുണ്ടോയെന്നും നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് തീർച്ചയായിട്ടും ആനുവലി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്.